പ്രൊമോഷനും കൂടാതെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമല്ലേ നമ്മുടെ സ്വന്തം ബീഫ്. അതും ഒരു പ്രത്യേക മൂവിയിലൂടെയാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഞാനിപ്പോൾ പറയാൻ വന്നത്, ഞാനൊരു MBBS എബ്രോഡ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. സോ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നതാണ് നിൻ്റെ റിലീജിയൻ ഏതാണ്, അതേപോലെ തന്നെ നീ എവിടെ നിന്നാണെന്ന് ചോദിക്കുക. അപ്പം ഞാനൊരു ഹിന്ദു ഇന്ത്യൻ ആണെന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ഡൈജസ്റ്റ് ആകത്തില്ല. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന അടുത്ത ചോദ്യമാണ് നിങ്ങൾ ബീഫ് കഴിക്കുന്നുള്ളത്. അപ്പോൾ ഞാൻ പറയലുണ്ട് ഞാൻ കഴിക്കലോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങളുടെ നാട്ടിലെല്ലാവരും കഴിക്കലുണ്ട് പറയും. അപ്പോൾ അതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവരത് എങ്ങനെ അറിയുന്നത്? ഇവർ തന്നെ പറയലുണ്ട് ഇവർ മൂവീസിലൂടെ ഇതേപോലത്തെ റീൽസിലൂടെയൊക്കെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു പടം, ഈ ഒരു സംഭവം ആൾക്കാരിലേക്ക് എത്തുമ്പോൾ പുറത്തുള്ള ആൾക്കാർ എന്താ വിചാരിക്കുക, ഓക്കെ ഇതൊരു റിയൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് എഫക്റ്റ് ചെയ്യുന്നത് എബ്രോഡ് പഠിക്കുന്ന സ്റ്റുഡൻസിനെയോ അല്ലെങ്കിൽ എബ്രോഡ് ജീവിക്കുന്ന ആൾക്കാരെയാണ് അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. കാരണം ഇവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനത്തെ മൂവി ഇറങ്ങിയിട്ടുണ്ടോ, അത് റിയൽ ആണോ, എങ്ങനെയാണ്, എന്താ സംഭവം എന്നുള്ളത്. ഓൾറെഡി പുറത്ത് ഞാനൊക്കെ നല്ല രീതിക്ക് റേസിസം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അബൌട്ട് ദിസ് റിലീജിയൻ ആൻഡ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. സോ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദയവ് ഇത് ഇങ്ങനത്തെ റോങ് ആയിട്ടുള്ള മൂവീസോ അല്ലെങ്കിൽ റീൽസോ ഒന്നും ചെയ്യാതിരിക്കും പ്ലീസ്. നമ്മൾ തന്നെയാണ് നമ്മുടെ നാടിനെ പൊട്ടയാക്കി ചിത്രീകരിക്കുന്നത്. സോ പ്ലീസ് അതാരും പ്രൊമോട്ട് ചെയ്യാതിരിക്കും. അത് നല്ല രീതിയിൽ ആൾക്കാരെ നല്ല രീതിയിൽ അത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്.